മണ്ണറയിൽ വെക്കപ്പെട്ട മനുഷ്യൻ അവൻ ആദ്യമായി നേരിടുന്നത് എന്ന സംശയം വന്നു മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ഈ സംശയം വന്നപ്പോൾ ഇബ്നു മസ്ഊദ് പിന്നെയൊന്നും ചിന്തിച്ചില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ ഹദ്റത്തിൽ പോവുകയാണ് ഇബ്നു മസ്ഊദ്. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അഖ്ബിർനി യാ റസൂലല്ലാഹ്, നബിയേ, ഒരു മയ്യിത്തിനെ മണ്ണറയിൽ വെക്കപ്പെട്ടാൽ ആ മയ്യിത്ത് ആദ്യമായി അഭിമുഖീകരിക്കുന്ന അനുഭവം എന്താണ് നബിയേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യം കേട്ടപ്പോൾ പുന്നാരനബി പറയുകയാണ്, ഇബ്നു മസ്ഊദ് മാ സഅലനി അൻ ദാലിക അഹദുൻ ഖബ്ലക, നിങ്ങളാണ് ഈ വിഷയം എന്നോട് ആദ്യമായി ചോദിച്ചത് ഇബ്നു മസ്ഊദ്. ഇതുവരെ എന്നോട് ഈ വിഷയം ആദ്യമായി ആരും ചോദിച്ചിട്ടില്ല. ഇത് സംബന്ധമായ ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദിന്റെ ചോദ്യത്തിന് മുത്തുനബി മറുപടി പറയുകയാണ്, ഇബ്നു മസ്ഊദ് അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ വുദിഅ ഫീ ഖബ്രിഹി മലക്കുൻ ഇസ്മുഹു റൗമാൻ ഔ കമാ ഖാല റസൂലുള്ളാഹ്. കേട്ടോളി, ഒരു മയ്യിത്തിനെ മണ്ണറയിൽ വെക്കപ്പെട്ടാൽ ആദ്യമായി ആ മയ്യിത്ത് അഭിമുഖീകരിക്കുന്ന മലക്ക് റൗമാൻ എന്ന മലക്കിനെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ ആ മലക്കും അവനും തമ്മിലുള്ള സംഭാഷണം? എന്നെയാണ് നമ്പർ ഇട്ട് പറഞ്ഞുതരാ. കേട്ടോ, കേൾക്കുന്ന സമയത്ത് ദ്വാ മനസ്സോടെ കേൾക്കണം. ഓരോന്ന് പറയുമ്പോൾ അല്ലാഹു തആല നമ്മളെ സമാധാനത്തോടെ റഹ്മാനെ സന്തോഷിപ്പിച്ച് പറഞ്ഞേക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഇന്നല്ലെങ്കിൽ നാളെ വരുന്നതാണ് പറഞ്ഞത്. നമ്മളെ വീട്ടിൽ കല്യാണം തീരുമാനിച്ച അടുത്ത മാസമായി, നമുക്ക് ഉറപ്പാ ഡേറ്റിനെല്ലാ കല്യാണം നടത്തുന്നതാണ്. ഇത് ചിലപ്പോ ഇന്ന് രാത്രി വന്നുകൂടായില്ല. അല്ലാഹു നമുക്ക് ദീർഘായുസ്സ്. ഇപ്പറയണത് ഇന്ന് രാത്രി വന്നുകൂടായില്ല. അവിടെ പ്രായം പ്രശ്നമില്ലാന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇന്നലെ ബോധ്യപ്പെട്ടില്ല. പ്രായം സമയമായോ വേണ്ടോ? അത്രേ ഉള്ളൂ. രോഗമൊന്നും വേണ്ട. അപ്പൊ അല്ലാഹു തആല എന്തേ രോഗം ഉണ്ടാക്കില്ല? ആ സമയത്ത് ജനങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും രോഗം ഉണ്ടാക്കില്ല. ചിലപ്പോൾ സൈലന്റ് അറ്റാക്ക്, അല്ലെങ്കിൽ രക്തം അടിച്ചു കയറുക, അല്ലെങ്കിൽ ആക്സിഡന്റ്, അല്ലെങ്കിൽ തളർന്നു വീഴുക, എന്തെങ്കിലും രോഗം അല്ലാഹ് അപ്പ ഉണ്ടാക്കില്ല. അല്ലാഹ് നമുക്ക് ദീർഘായുസ്സ്, അല്ലാഹു തആല നമുക്ക് ദീർഘായുസ്സ് അല്ലേ? ആദ്യ മണ്ണറയിലുള്ള ആദ്യത്തെ അനുഭവം കേട്ടോളൂ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇതൊന്നും സ്വന്തം ഉണ്ടാക്കി പറയാൻ പറ്റൂല. പരലോക വിചാരത്തെ കുറിച്ച് പ്രാമാണികമായ പിൻബലത്തോടെയാണ് സംസാരിക്കേണ്ടത്. ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ഞാൻ ഹദീസ് അടിസ്ഥാനത്തിൽ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു മസ്ഊദിനോട് പറയുകയാണ്, ഈ ഇബ്നു മസ്ഊദ് ആദ്യമായി മയ്യിത്ത് അഭിമുഖീകരിക്കുന്നത് റൗമാൻ എന്ന മലക്കിനെയാണ്. എന്താണ് റൗമാന്റെ റോള്? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഏതോ ഒരു പ്രഭാഷകൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ട് മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് എന്ന വിഷയം സംസാരിക്കുന്നു എന്ന് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഈ പ്രദേശത്തുള്ള ചുണക്കുട്ടികൾ പ്രചരണം നടത്തിയപ്പോൾ അത് കേട്ട് ഇൽമ പഠിക്കാനുള്ള ആർത്തിയിൽ അതിന്റെ സദസ്സിലേക്ക് ഈ മഹല്ലിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകി ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പേ മനസ്സിരുത്തി തീരുമാനിച്ച് ശപഥം ചെയ്ത് പിരിഞ്ഞോ. ഖബറാകുന്ന മണ്ണറയിലേക്ക് റൗമാൻ കടന്നു വരികയാണ്. എന്നിട്ട് മയ്യിത്തിനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തിയിട്ട് മയ്യിത്തിനോട് ചോദിക്കുന്നു, മയ്യിത്തിനോട് കൽപ്പിക്കുന്നു, ഉക്തുബ് അമലക. ഉക്തുബ് അമലക. മയ്യിത്തിനോട് പറഞ്ഞു, ഇതാണ് മോനെ പരീക്ഷ. ഉക്തുബ് അമലക. ഞാൻ അറിയില്ല, ഞാനത് പറയുന്നുണ്ട്, അങ്ങോട്ട് നോക്കണ്ട. ഞാൻ ഏതോ സ്ഥലത്ത് ചരിത്രം പറയുമ്പോ എല്ലാരും ഒന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അതാ ചരിത്രത്തിൽ പറഞ്ഞ ആള് പറഞ്ഞു. അപ്പൊ വേക്കുന്ന എല്ലാവരും കൂടി ഞാൻ എടടാന്ന് പറഞ്ഞ വേക്കിൽ ഒരാൾ വിളിക്കല്ല, ഈ വിഷയം പറയും. മയ്യിത്ത് പറയും, മയ്യിത്തിനോട് പറയും, ഉക്തുബ് അമലക, ഉക്തുബ് അമലക.
കുറെ കാലം ദുനിയാവിൽ ജീവിച്ചില്ലേ? ജീവിച്ച കാലം അത്രയും ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചോ. മണ്ണറയിലുള്ള അനുഭവം കേട്ടോ. മണ്ണറയിലുള്ള എല്ലാവരും കാലങ്ങളേറെ ജീവിച്ചില്ലേ, ജീവിതത്തിൽ ഒരുപാട് ചെയ്തു കൂട്ടിയില്ലേ, അതൊക്കെ ഒന്ന് രേഖപ്പെടുത്തിക്കോ എന്ന് മണ്ണറയിൽ വെച്ച് റഹ്മാൻ എന്ന മലക്ക് മയ്യിത്തിനോട് അതിഗൗരവത്തിൽ കർശനമായി ആവശ്യപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മണ്ണറയിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ഭാര്യയില്ല, കുട്ടികളില്ല, അമ്മയില്ല, വാപ്പില്ല, സംഘാടകരുമില്ല, പിന്നെ നമ്മളെ എല്ലാം ഒഴിവാക്കിയിട്ട് ജമാഅത്ത് നടക്കുമ്പോഴും ഓഫീസിൽ വെച്ചിട്ട് കാരൻസ് കളിക്കാൻ കൂടെ ഉണ്ടായിരുന്ന മെമ്പേഴ്സും ഇല്ല, കള്ളുടിക്കാൻ ഒപ്പം ഉണ്ടായിരുന്ന നിങ്ങളിൽ ഒരൊറ്റ ആളില്ല. കഷ്ടപ്പെട്ട് മുകളിൽ കുറെ മൂടുകളിലും രണ്ടു ഭാഗത്തും മണ്ണിന്റെ ഭിത്തിയും ഇരുട്ടുള്ള ആ റൂമിൽ ഇങ്ങനെ കിടക്കുമ്പോ മലക്ക് വന്നിട്ട് പറയാം, കുറെ കാലമായില്ലേ ചാടി കളിച്ച് നടക്കുന്നത്, ഒക്കെ കൊണ്ട് എഴുതി വെച്ചോ, ഒന്നും കണ്ട് എഴുതി എന്ന് പറയും മയ്യിത്തിനോട് മുഹമ്മദ് മുസ്തഫ. അപ്പൊ റസൂലുള്ളാഹിന്റെ ഓരോ അധ്യാപനങ്ങളും വളരെ ബുദ്ധിപരമാണ്. അപ്പം സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം മുസ്തഫ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അപ്പൊ സ്വാഭാവികം സംഭവിക്കുന്നത്? ഈ മയ്യിത്ത് പറയാലോ റഹ്മാൻ എന്ന മലക്കിനോട്, എഴുതാനേ എന്റെ അടുത്ത് പേനല്ലോ. ശരി തന്നെയാണല്ലോ, പേനേറ്റ് പോകുന്നില്ലല്ലോ. ഇവിടെ പറഞ്ഞ അതേ ന്യായം അവിടെ പയറ്റിയൊക്കെയാണ്. ഇവിടെ നമ്മള് പോലീസുകാരെ കുറിച്ച് പലതും പറയലുണ്ട്, കോടതിയിൽ ഒരു കളിയൊക്കെ കളിച്ചൊക്കെയല്ലേ. ആരെങ്കിലും വായാടിയാണെങ്കിൽ സംസാരിച്ചിട്ടാണ് രക്ഷപ്പെടാൻ കഴിയും. അത് ഒരു നോക്ക് പിടിച്ചു നോക്കണം. ആരെങ്കിലും മലക്കിന്റെ മുമ്പിൽ മലക്കിനോട് പറയുന്ന മുസ്തഫ നബി എഴുതാൻ വേനല്ലോ. ഇവന്റെ പോക്കിരുത്തര നോക്കണെങ്കിൽ കബറ് പോയിട്ടാ പോയി പോക്കിരുത്തത്തെ പറയില്ലട്ടോ, സങ്കടത്തിലും ദുഃഖത്തിലാ പറയാ വേനല്ലോ അങ്ങനെ പറയാ. എങ്ങനെങ്കിലും എഴുത്തിന് കഴിച്ചില്ലാൻ വേണ്ടിട്ടാ പറഞ്ഞേ, കാരണം ഏരിയ എന്തൊക്കെ എഴുതാന്ന് അവനെ അറിയാലോ. അപ്പൊ മലക്കത് ഇങ്ങനെ കേൾക്കാലോ. എന്നിട്ട് ഇവ രണ്ടാമത് പറയും പേപ്പറില്ല. മൂന്നാമത് പറയും പേനയും പേപ്പറിന് പുറമെ മഷിയുമില്ലല്ലോ. എന്തായിപ്പോ എഴുതാൻ വേണ്ടി ആഗ്രഹമുണ്ട്, ഇവിടുത്തെ അതേ ന്യായം സാമർത്ഥ്യം എടുത്തു നോക്കണം. പേനില്ല, പേപ്പറില്ല, മഷിയില്ല. പക്ഷെ റഹ്മാൻ വിടൂല, ഊരിലേക്ക് ഉപ്പേരി കൊടുക്കണം. കാരണം ഇത് അള്ളാന്റെ ഉദ്യോഗസ്ഥനാണ്. നമ്മളാണെങ്കിൽ നമുക്ക് പറയാം ഞാൻ നണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാട്ടോ, ഇല്ലെങ്കിൽ സോറി. ഇത് വന്നത് റഹ്മാൻ അള്ളാന്റെ ഉദ്യോഗസ്ഥനാണ്. അവരൊക്കെ പഠിച്ചിട്ടാണ്. ഇത് മയ്യിത്ത് പറയുമ്പോൾ റഹ്മാൻ തിരിച്ചടിക്കും. ഹൈഹാത ഹൈഹാത കഫനുക ഖിർതാസുക വഖലമുക ഇസ്മഉക വരീഖുക ദിമാഉക മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് മുസ്തഫ الحسن ثم الحسين للنبي ريحانة فاطمة قرة عين جدهم صلوا عليه فاطمة قرة عين جدهم صلوا عليه الله 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 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റഹ്മാനി മയ്യിത്തിനോട് തിരിച്ചടിക്കുന്നതാ. എടാ മൂദേവി, എന്താ നീ പറയുന്നത്? പേനയില്ല എന്നോ, പേപ്പറില്ല എന്നോ, മഷിയില്ല എന്നോ? ഹൈഹാത്ത ഹൈഹാത്ത കഫനുക ഖിർതാസുക. എടാ പേപ്പറില്ലെങ്കിൽ കഫൻ തുണില്ലേ എഴുതിക്കൂട്. അതിനാണ് കഫൻ തുണി മൂടി പോച്ച കിടന്നിറങ്ങാനല്ല എഴുതി. ഇനി പേനല്ല വേണ്ടത്, നിന്റെ പേന നിന്റെ കയ്യിലെ വിരലുകളാണ്. 10 പേനേറ്റ 10. ചിലർക്ക് ഉണ്ടാവും. ഇനി എന്താ വേണ്ടത്? എന്താ വേണ്ട? ഉമിനീര് മഷിയാണ്. ഇപ്പൊ 3 ആയി.
ഉമിനീര് മഷി പേന പേപ്പർ 3 വലിയ മണ്ണറയിൽ അനുഭവം കേട്ടോ ചെറുപ്പക്കാരാ. ഇത് നമ്മൾ എന്തല്ല നമ്മൾ ആകെ ഒരു അരമണിക്കൂർ അപ്പൊ ജുമേന്റെ പറയാം. അപ്പൊ ഉസ്താദ് ഇങ്ങനെ പറയും മുൻഗണനക്കീർ വരും. അപ്പൊ കുറെ വരുമ്പോ ഇതൊന്നുമല്ല ഒരു മുൻഗണനക്കീറൊന്നുമല്ല. മുൻഗണനക്കീറിന് വരവ് ഞങ്ങൾ കേട്ടോളി. സമയം ഉണ്ടെങ്കിൽ എങ്ങനെ വരും ഇത് ഒരാൾ 3 കൊടുത്ത അപ്പൊ റസൂൽ പറയാൻ ഈ മണ്ണറയിൽ വെച്ചുകൊണ്ട് മയ്യത്ത് ഇരുന്നങ്ങ് എഴുതുന്നതാണ്. ഒരു രാപ്പകൽ അധ്വാനിച്ച പ്രവർത്തനങ്ങൾ, ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ, പ്രഭാതം മുതൽ പ്രദോഷം വരെ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ സന്ധ്യാസമയത്തിരുന്ന് കണക്ക് കൂട്ടുമ്പോ ഒരു മനുഷ്യൻ ഓർക്കുന്നത് പോലെ 100 കൊല്ലം 200 കൊല്ലം 50 കൊല്ലം ജീവിച്ച മനുഷ്യനാണെങ്കിലോ അവന്റെ ആയുസ്സിൽ മൊത്തം അവൻ ചെയ്തു കൂട്ടിയ നിഖിലാനക്കടക്ക ഒതുക്ക പ്രവർത്തന പ്രവണതകളോ ചലനാവസ്ഥകളോ ശ്വാസോച്ഛ്വാസങ്ങൾ വരെ സ്ക്രീനിലേക്ക് ചിത്രങ്ങൾ തികട്ടി വരുമ്പോൾ അവന്റെ ഓർമ്മയിലേക്ക് ഓർമ്മയുടെ ഓളങ്ങളിൽ കടന്നു വരുന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലങ്ങളേറെ പ്രവർത്തിച്ചൊക്കെ എന്താ റഹ്മാൻ കഫൻ തുണിയിൽ എഴുതിക്കൊന്ന് പറയില്ല. കഫൻ തുണി കീറിയിട്ട് റഹ്മാൻ കയ്യിൽ അങ്ങോട്ട് കൊടുക്കും. എന്താ എങ്ങനെ എങ്ങനെ കഫൻ തുണി കൊണ്ട് കീറുക. അങ്ങനെ ഇതായിരിക്കുമ്പോ ഇവന് ഓർമ്മ വരും, അല്ലാഹുവിന്റെ ഓർമ്മ കൊടുക്കുന്നു. അതിനൊക്കെ ശാസ്ത്രീയമായ ഉദാഹരണങ്ങൾ മുമ്പിലുണ്ട്. ഞാൻ ഒന്നും കടക്കുന്നില്ല. ഇത് ടൗണിലുള്ള ഒരു വാദമല്ല, ഇത് വിശ്വാസികളോടുള്ള ഒരു അഭിസംബോധനമാണ്. അതുകൊണ്ട് ശാസ്ത്രീയ തെളിവുകളോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. നിങ്ങൾ ഇവന് ഇരുന്ന് ഇങ്ങനെ എഴുതാൻ തുടങ്ങുമ്പോ എല്ലാം എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ഒക്കെ എഴുതും. നമ്മളൊക്കെ എഴുതാൻ തുടങ്ങി എന്തൊക്കെ എഴുതാൻ അവിടെ പോയത്, ഇവിടെ വന്നത്, അവിടുന്ന് കട്ട് തിന്നത്, എളാപ്പി മുത്താപ്പില്ലാന്ന് കണ്ടപ്പോ പാമ്പരാഗത്ത് കഴിച്ചത് അല്ലേ, ഒഴിഞ്ഞു പോയി കുപ്പി വാങ്ങി കുലുക്കിട്ട് കുടിച്ചത്, സംസം വെള്ളമല്ല മറ്റേ കുടിച്ചത് ഒക്കെ നമ്മളെല്ലാം അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ കാത്തുവെച്ചിട്ട്. ഈ നമ്മളാണെങ്കിലോ എന്തെല്ലാം ചെയ്ത് കൂട്ടിയവരാണ്. മാന്യന്മാരാവാർക്കും പറ്റും. നമ്മൾ മനുഷ്യന്മാരല്ലേ, മലക്കുകളൊന്നും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തൗബ ചെയ്ത് പരിഹരിച്ചിട്ടുണ്ടെങ്കിലൊക്കെ മായ്ച്ചു പോകും. അല്ലെങ്കിൽ അവിടെ അങ്ങനെ നിൽക്കും. അതൊക്കെ എഴുതിയാലോ എഴുതിയാൽ റോമ പോലെ റോമാതൊക്കെ അങ്ങനെ കാണാൻ ഇതിനേക്കാളും വലിയ പരീക്ഷ ഉണ്ടോ മക്കളെ? SSLC പരീക്ഷ അടുത്തുമ്പോൾ പഠിച്ചു എവിടെയും വാതിന് പോകാൻ പറ്റാത്ത അവസ്ഥ. വാതിനങ്ങൾ സ്റ്റേജ് കയറാൻ പോകുമ്പോ പള്ളിയിൽ സ്റ്റേജ് വരെ നിരയായിട്ട് കുട്ടികളുണ്ടോ? അതെ, നാളെ പരീക്ഷന് തോർക്കണം, നാളെ പരീക്ഷന് തോർക്കണം, നാളെ പരീക്ഷ കുട്ടികളൊക്കെ നല്ല മാർക്കോടെ വിജയിപ്പിക്കട്ടെ ദ്വാരന് കൊടുക്കുന്നത്. പക്ഷെ ഈ പരീക്ഷ എന്താ ആരും പറയാത്തത്? ഇതല്ല വലിയ പരീക്ഷ. ഇത് ഉദ്യോഗസ്ഥങ്ങളെ നോക്കിക്കായി എന്താ എഴുതിയത്? ഓനങ്ങനെ എഴുതണം. ഒരു പാസ് മാർക്കെങ്കിലും കിട്ടിയാൽ രക്ഷപ്പെട്ടു. പാസ് മാർക്ക് ചിലവരൊക്കെ 1ാം റാങ്കിൽ പാസ്സാകുന്ന ആൾക്കാരുണ്ട്. അതിൽ പെട്ടവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത്. 1ാം റാങ്കിൽ ഉമർ ഖത്താബൊക്കെ ചോദിക്കാമെന്ന ആളോട് തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ എങ്ങനെ മലക്കുകൾ വന്നിട്ട് ചോദിച്ചു, മാൻ റബ്ബുക? ഖത്താബ് പറഞ്ഞു, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹ്. ചോദിച്ചാൽ മലക്കിനോട്. അപ്പോ മുങ്കർ നക്കീറിനോട് പറഞ്ഞു, നമ്മളെ സ്ഥലം വിടാതെ നമുക്ക് നല്ലത് വിചാരിച്ച ആളല്ല ഉമറാണ്. നമുക്ക് തിരിച്ചൊന്നും ചോദിക്കാൻ പറ്റില്ല. മാൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ അതും പറയാൻ പറ്റിയില്ലേ? പരാജയം. അല്ലാഹ് നമ്മളെ കാത്തിരിക്കട്ടെ. അതിന്റെ മുമ്പ് ഇങ്ങനെ ആ എഴുത്ത് നിങ്ങൾ മറന്നോ? നിങ്ങൾ ആ ചിത്രം മനസ്സിൽ കാണില്ലേ? കഫൻ തുണിയില് ഇങ്ങനെ എഴുതുകയാണ്. മലക്ക് ഇങ്ങനെ കാണുകയാണ്. എഴുതി കഴിഞ്ഞാൽ മലക്കൊരു പണിയും. ഈ കഫൻ തുണി കണ്ട് ചുറ്റിട്ടൊരു മാലയാക്കിയിട്ട് മണ്ണറയിൽ കിടത്തപ്പെട്ട മയ്യത്തിന്റെ കഴുത്തിൽ മാലിട്ട് കൊടുത്തിട്ട് മലക്ക് പോകും. ഒന്ന് എല്ലാരും കൈ വഹിച്ചാണ്. അല്ലാഹു തആല നല്ലത് ആ മാലയിൽ ഒന്ന് എഴുതി കൂട്ടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.
പഠിച്ചവനെ ഞങ്ങൾ ആ കർത്തം കടത്തുമ്പോ ഞങ്ങൾ ആ കഫൻ തുണിയിൽ ഞങ്ങളെ ശരീരം പോഞ്ഞ കഫൻ തുണിയിൽ ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ എഴുതാൻ അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ. ഇതൊക്കെ നല്ല കാര്യങ്ങൾ. ഈ വെളിച്ചം ഇത് ഗാനമേളല്ല, ഇത് ശംസുലമിന്റെ മക്കൾ ഒരുക്കിയിട്ടുള്ള പരിപാടി. അതിനാണ് ഈ കാരണന്മാര് ഈ കമ്മിറ്റിക്കാരൊക്കെ പിന്തുണ കൊടുത്തത്. നമുക്ക് ശംസുലമിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹിന്റെ വാങ്കൊലി മുഴങ്ങുമ്പോൾ മുഅദ്ദിൻ പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോൾ വാങ്കിന് ഉച്ചയിസ്തരം ഉത്തരം കൊടുത്തുകൊണ്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുഅദ്ദിന്റെ ജവാബിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചയിസ്തരം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അനന്ത വിഹായസിലേക്ക് പറന്ന കാലഘട്ടം കണ്ട പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ പണ്ഡിതനായ മഹാനായ ശംസുൽ ഉലമാ. അല്ലാഹുവേ ഞങ്ങൾ അവിടുത്തെ മക്കളാണ്. അവിടത്തോട് കൂടെ ജന്നാത്തുൻ നഈമിൽ നീ ഞങ്ങളെ മുസ്തഫായ നബിയുടെ പുണ്യപൂമുഖം കൊണ്ട് സന്തോഷിച്ച ജീവിതത്തിന് വഴികൂട്ടണേ അല്ലാഹ്. ശംസുൽ ഉലമയുടെയും കണ്ണിയസ് ഉസ്താദിന്റെയും പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി സഹായം ആവശ്യപ്പെട്ടപ്പോൾ, പള്ളിന്റെ ഹൗലിന്റെ പണിക്ക് വേണ്ടി മറ്റു ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ഇതെല്ലാം മറന്നുകൊണ്ട് പടച്ചവന്റെ ദീനിന് പടച്ചവൻ നൽകിയ സമ്പത്ത് പൊന്നായും കാശായും നൽകിയ ഒത്തിരി പേര് ഈ സദസ്സിലുണ്ട് അല്ലാഹ്. ഇനിയും തരാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് അല്ലാഹ്. അവർക്കൊക്കെ ശംസുൽ ഉലമായുടെ കൂടെ നാളെ ജന്നാത്തുൻ നഈമിലുള്ള കൂടിക്കാഴ്ച കൊടുക്കണേ അല്ലാഹ്. അവരൊക്കെ അതിനു വേണ്ടി മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അതിനു വേണ്ടി നിങ്ങൾ കണ്ടോ? കണ്ണിയത്ത് ഉസ്താദിന്റെ കാലത്ത് ഒരു കറാഹത്ത് പോലും മഹാനവറുകൾ ഭയപ്പെട്ടിട്ടുണ്ട്. എന്താണ് അവിടുത്തെ സൂക്ഷ്മത? ഒരിക്കൽ മഹാനായ ആലിക്കുട്ടി ഉസ്താദും കുറച്ച് പണ്ഡിതന്മാരൊക്കെ കൂടി കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതകാലത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി പോവാം. ഇത് അനുസ്മരണം കൂടി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വിഷയത്തെ തൊട്ട് തെറ്റാണ് കരുതരുത്. നമ്മുടെ വിഷയത്തിൽ അല്ലാഹു സ്വീകരിക്കാൻ മഹാന്മാരെന്ന് ഓർക്കുക. കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി ആലിക്കുട്ടി ഉസ്താദ് 2-3 പണ്ഡിതന്മാരും കൂടി വാഴക്കാട്ടേക്ക് വരികയാണ്. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് ജിബ്ബിൻ തുണിയൊക്കെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ വന്ന് കയറി സലാം പറഞ്ഞു. അവരോട് വെച്ചു കണ്ണിയത്ത് ഉസ്താദിന് കൃത്യമായ അർത്ഥമുറിച്ച ചോദ്യങ്ങളാണ്. അത് അത്രേ ഉണ്ടാവുള്ളൂ. ജാടിയും കാപ്പറ്റൊന്നും അറിയില്ല. അതാണ് ഇപ്പൊ വലിയ പ്രശ്നം. ഈ ഡൂബിളി കുറെ ഇറങ്ങിയിട്ട് ആകെ ജനങ്ങളെ കള്ളനോട്ട് ഒറിജിനൽ ഏതാണ് തിരിച്ചറിയാതെ ഇവർക്ക് ജാടയില്ല, അഭിനയമില്ല. ആ ഉള്ളത് ഒറിജിനാലിറ്റി. അതാണ് അവരുടെ നമ്മളെ സമസ്ത പ്രസിഡന്റ് പാകുടിച്ചാൻ നോക്കാണി ആ സോഫ്രൈറ്റ് ജുബ്ബിൻ തുണി ഒരു തലേക്കല്ല. ഗൾഫ് അറിയില്ല, അബുദാബി അറിയില്ല, ദുബൈ അറിയില്ല, പൈസ ഉണ്ടാക്കില്ല അറിയില്ല. കസേര വെച്ചിട്ട് പുസ്തകം ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ എല്ലാവർക്കും ദ്വാരക്കും. അപ്പൊ തന്നെ മഴ പെയ്യുകയും ചെയ്യും. അന്നത്തെ ചോദിച്ചാൽ ഉത്തരം കൊടുക്കണം. കണ്ണിയത്ത് പുസ്തകങ്ങൾ ഇവരൊക്കെ കൂടി കണ്ണിയത്ത് പുസ്തകം വന്ന് കണ്ടു. കണ്ണിയത്ത് പുസ്തകം എന്തിനാ വന്നേ? ഞങ്ങൾ കാണാൻ വന്നാ. അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ എല്ലാവരും കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോ കണ്ണിയത്ത് ഉസ്താദ് ഉള്ളിൽ പോയിട്ട് ജുബ്ബ കണ്ടു ഒരു പനിയനെ കാണാൻ വന്ന. എന്നിട്ട് ഈ പണ്ഡിതന്മാരെ മുമ്പിൽ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇവർ നമ്മളാണെങ്കിൽ മനസ്സിലാക്കില്ല ഇത് ഒരു വിഡ്ഢിയാണ്, സംസ്ഥാന പ്രസിഡന്റ്. അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ അവസാനം ഇങ്ങനെ എന്നിട്ട് തുണി പൊട്ടിയിട്ട് മുട്ട് വരെ കാണിച്ചു. അവിടുന്നാണ് കാണിക്കാൻ പറ്റില്ല. എന്നിട്ട് പറഞ്ഞു അപ്പൊ എന്റെ ശരീരത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊക്കെ കാണിച്ചു. നിങ്ങൾ നമ്മളെ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്റെ മോനെ കാണാല്ലേ ഉസ്താദ് ദ്വാരക്കണം. എന്റെ മോനെ ഉസ്താദിനെ അല്ലാഹു തആല നിങ്ങളെ മോനെ തെറ്റേ നാളെ വന്നോളി പോയി നാളെ വന്നോളൂ. എന്താ ധൈര്യം? നമ്മളാണ് എന്താ പറയാ, മോനെ കാണാല്ലേ ഒരു 300 ഫാത്തിഹ 400 യാസീൻ ഓതിക്കും. എന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ട് വിവരം പറയും. എന്താ സംഭവിക്കാൻ നമുക്ക് ഉറപ്പില്ല. അതാണ് ഈ 2 മാസം കഴിഞ്ഞിട്ട് വിവരം പറയാൻ. കണ്ണിയത്ത് ഉസ്താദ് ദ്വാരത്തിൽ പറഞ്ഞു നാളെ വന്നോളൂ. പിറ്റേന്ന് മോനെ കിട്ടിയ സന്തോഷത്തിൽ ഇയാള് കണ്ണിയത്ത് ഉസ്താദിനെ വന്നതാണ്. വന്ന സമയത്ത് ഇയാള് 500 രൂപ അന്ന് കൊടുക്കാൻ വേണ്ടി പോയിട്ടില്ലായിരുന്നു. എന്റെ മോനെ പറഞ്ഞ കാര്യം അൽഹംദുലില്ലാഹ്. അപ്പൊ ഇയാള് സന്തോഷത്തിൽ 500 രൂപ കൊടുത്തു. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് ബാങ്കിൽ വാങ്ങുന്നില്ല. എവിടുന്ന് ഇയാള് വാങ്ങിയിട്ട് കണ്ണിയത്ത് ഉസ്താദ് ഇങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ മണത്ത്.
അപ്പൊ ഇയാളോട് പറഞ്ഞു, ഈ പണത്തിൽ ഞാൻ പലിശ വാസനിക്കുന്നുണ്ട് എന്ന്. നോക്കുമ്പോ ഇയാള് പലിശക്കാരൻ. പലിശ കച്ചവടമുള്ള ആള് 500 രൂപ കൊടുത്തപ്പോ അത് വാസനിച്ചിട്ട് പലിശ ഉണ്ട് എന്ന് അറിഞ്ഞ ആളാ കണ്ണിയത്ത് ഉസ്താദ്. നമ്മള് മണ്ണിൽ വേറെ എന്നാ പറയും, പൊറാട്ടക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതേ, കാരണം അതിന്റെ വാസന നമ്മൾ തിന്നണവരാ. കണ്ണിയത്ത് ഉസ്താദ് ഇത് മണത്തിട്ട് പറഞ്ഞേ, ഇതിമ പലിശന്റെ മണുണ്ട്, കൊണ്ടുപോകുന്നു. ആ മഹാന്റെ ഓർമ്മയിലാണ് വാഴക്കാട്ട് മീൻകടയിൽ പോയി, മീൻ മാർക്കറ്റിൽ പോയി ഒരു മത്തിക്ക് 1 രൂപ ഉള്ള സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് കൊട്ടന്റെ അടുത്ത് പോയിട്ട് മത്തിക്കാരനോട് പറഞ്ഞു, എനിക്ക് 10 രൂപക്ക് മത്തി വേണമെന്ന് പറഞ്ഞു. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന് ഉറപ്പാണ് 10 രൂപക്ക് 10 മത്തിയാണ് കിട്ടുക ഉറപ്പാണ്. കണ്ണിയത്ത് ഉസ്താദിനോടുള്ള ബഹുമാനം കൊണ്ട് മീൻകടയിലുള്ള ആള് 11 മത്തി കൊടുത്തിട്ട് പോഞ്ഞു. കണ്ണിയത്ത് ഉസ്താദ് ഈ 11 മത്തിയിട്ട് വീട്ടിൽ വന്നു. അടുക്കളയിൽ പോയി മത്തി തുറന്നു നോക്കുമ്പോ 10 റുപ്യക്ക് 11 മത്തി. നേരെ തൊടാതെ അങ്ങനെ പിടിച്ചു നീ മാർക്കറ്റിൽ പോയിട്ട് പറഞ്ഞു, മോനെ നീ പൊതി കൊടുത്തപ്പോ പൊതി മാറി, ഞാൻ 10 റുപ്യാണ് എന്നത്, ഇതിൽ 11 മത്തിയുണ്ട്, എന്റെ മത്തിയുടെ പൊതി കൊണ്ടുകൊണ്ടാകും. ഇതെന്റെ മത്തിയല്ല, എനിക്ക് വേണ്ടി നീ എണ്ണി വെച്ച മത്തി കൊണ്ട് കൊണ്ടാകും. അപ്പൊ ഈ മീൻകാരൻ പറഞ്ഞു, ആ ഉസ്താദിനെ ബഹുമാനിച്ചിട്ട് ഞാൻ ഒന്നേ എക്സ്ട്രാണ്. അത് കണ്ണിലേക്ക് പറഞ്ഞു, അത് ഇടുമ്പോ പറയണ്ടേ ആളെ സ്വീകരിച്ചു. കാരണം ഒരു റുപ്യ പൊരിച്ചല്ലാത്ത വാറ്റിനുള്ളിൽ കാണുന്നത് അത്രയും ശ്രമിച്ച മഹാന്മാരാണ്. അല്ലാതെ വാരി വലിച്ച് പൈസ അഡ്രസ്സില്ലാണ്ടാക്കിയിട്ട് അയിമ വലിയ ആൾക്കാരാകുന്നില്ല. ഒരു റുപ്യ കിട്ടുന്നത് വാറ്റിക്കാക്കാൻ പറ്റുമോ എന്ന് 100 വട്ടം ചിന്തിച്ച് പൊരുത്തുണ്ടോ എന്ന് ഉറപ്പിച്ചവരാണ് മഹാനായ താളമ്പാടി ഉസ്താദ് വഫാത്തായി. താളമ്പാടി ഉസ്താദ് വഫാത്താകുന്ന സമയം വരെ താളമ്പാടി ഉസ്താദിന്റെ പണി അതിരാവിലെ വീട്ടിലുള്ളപ്പോൾ വീടിന്റെ ചുറ്റുഭാഗത്ത് നടക്കും. എന്നിട്ട് അയൽവാസികളുടെ പറമ്പിൽ നിന്ന് വീണ നെച്ചിങ്ങയും കണ്ണിമാങ്ങയും കരിക്കും ഇളനീരും അതുപോലെ തന്നെ തേങ്ങയും ഒക്കെ മടലും അതൊക്കെ നടന്ന് പേരക്കുട്ടികളെ കൊണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ പെറുക്കി അത് ഏത് വീട്ടിലെ മരങ്ങളിൽ നിന്ന് വീണോ ആ വീട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കും. കാരണം തന്റെ വീട്ടിൽ ജീവിക്കുന്ന ഒരാളുടെയും വയറ്റിൽ അയൽവാസിയുടെ തെങ്ങ് നമ്മുടെ പറമ്പിലേക്ക് ചാഞ്ഞു നിന്ന് അതിൽ നിന്ന് വീണ ഒരു കരിക്കിന്റെ വെള്ളം പോലും ആകരുത് എന്ന് നിർബന്ധം സംസ്ഥയുടെ പ്രസിഡന്റ് മഹാനായ കാളമ്പാടി ഉസ്താദിനുണ്ടായിരുന്നു. അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇന്നത്തെ പ്രസിഡന്റ് മഹാനായ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ് ജീവിതത്തിൽ 1 രൂപ പോലും ഒരാൾക്കും കടം കൊടുക്കാനില്ല. കോയക്കുട്ടി ഒരു മനുഷ്യന്റെ അടുത്ത് 1 റുപ്യ കടം വാങ്ങണ പണിയല്ല. 1 രൂപ ഒരു മനുഷ്യന് കടം കൊടുക്കാനില്ല. സാമ്പത്തികമായ ശുദ്ധി മഹാന്മാരായ സമസ്തയുടെ പണ്ഡിതന്മാർ ഇന്നുവരെ കാത്തു സൂക്ഷിക്കുകയാണ്. അവരുടെ പിന്നാലെ പോകാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ വിഷയം മാറ്റുകയില്ല. ഇവരൊക്കെ പോകുന്ന മണ്ണറയിൽ അവർക്ക് ഹിസാബിൽ രക്ഷയാണ്. അവർക്ക് മണ്ണറയിൽ സന്തോഷത്തോടെയുള്ള ജീവിതമാണ്. അല്ലാഹ് അല്ലാഹ് ഫയജഅലുൽ അബ്ദു അൻ യക്തുബ ഫയദ്കുറു ഹീനൈൻ ഹസനാതിഹി വസയ്യാതിഹി ഖയൗമിൻ വാഹിദ്. ഒരൊറ്റ ദിവസം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വൈകുന്നേരം ചിന്തിക്കുമ്പോൾ ഓർമ്മയാകുമ്പോൾ ഈ മയ്യിത്തനവൻ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളെല്ലാം ഓർമ്മ വരുന്നതാണ്. ആ എഴുതി കൂട്ടിയിട്ടുള്ള കഫൻ തുണിയെ ഒരു മാല രൂപത്തിലാക്കി റൗമാൻ എന്ന മലക്ക് മയ്യിത്തിന്റെ കഴുത്തിൽ അണിഞ്ഞ് മയ്യിത്തിനോട് അതാ അവിടെ കിടക്കാൻ പറഞ്ഞ് പിന്തിരിയുന്നതാണ്. മോനെ തീർന്നില്ല. പിന്നെയാണ് മണ്ണറയിൽ കടന്നു വരുന്ന മലക്കുകൾ അറിയുമോ? മുങ്കർ നക്കീർ എന്നല്ലയോ പേര്. വാളുകൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, വാളുകൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, വാളുകൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മദ്രസയിലെ ആദ്യ പാഠത്തിൽ നിന്ന് കുരുന്നുകളായി വിജ്ഞാനം നുകരാൻ വേണ്ടി പോകുമ്പോൾ തന്നെ പഠിച്ചതോർമ്മയില്ലേ? ഒന്നിന്റെ പേര് മുങ്കറെന്ന, മറ്റേതിന്റെ പേര് നക്കീറെന്ന. അല്ലാ അല്ലാ കണ്ടാൽ പേടിയാണ്. മലക്കാനി അസ്വദാനി യഖ്രിഖാനിൽ അർള ബിയനിയാബിഹിമാ വശഊറുൻ ലഹുമാ ശഊറുൻ മസ്ദൂലാ വസൗതുഹുമാ ഖർദിൽ ഖാസിഫി വനഫതുഹുമാ ഖർനിൽ ആസിഫി വഫീ യദി കുല്ലി മിൻഹുമാ മിഖ്മഉൻ മിൻ ഹദീദ് ലൗ ضرب به عظم جبل لجعله دكا.
മണ്ണറയെ കുറിച്ച് കേൾക്കാൻ വേണ്ടി അതോർത്തിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങള് നെഞ്ചൊടിഞ്ഞുകൊണ്ട് കേൾക്കാൻ മറക്കണ്ടോ. അല്ലാഹുവിന്റെ റസൂല് പറയട്ടെ, കറുത്തിരുണ്ട ഭീകര രൂപങ്ങളായ 2 മലക്കുകളാണ് മുൻകറും നക്കീറും. അല്ലാഹ് വശഊറുഹുമാ ശഊറുൻ മസ്തൂലാ. അവരുടെ മുടികളില്ലേ ഭൂമിയിലേക്ക് അടിച്ചു വീണ്ട മുടികളാ. അല്ലാഹ് ആ മലക്കുകളുടെ തെറ്റപ്പല്ലുകളില്ലേ ആനക്കൊമ്പുകളെ പോലെയുള്ള തെറ്റപ്പല്ലുകളാ. കഴിഞ്ഞില്ല വസൗതുഹുമാ മുൻകർ നക്കീറിന്റെ ശബ്ദമില്ലേ ചെറുപ്പക്കാരാ ഇടിവെട്ടുന്ന ശബ്ദമാ. വനഫതുഹുമാ മുൻകർ നക്കീറിന്റെ ശ്വാസോച്ഛ്വാസ ശബ്ദമില്ലേ ചുഴലി കൊടുങ്കാറ്റടിച്ച് വീശുന്ന ശബ്ദമാ. പോരാ ഈ പേടിപ്പെടുത്തുന്ന ഭീകര രാക്ഷസ രൂപങ്ങളായ മലക്കുകളുടെ കയ്യിൽ അതിനെല്ലാം പുറമെ വലിയ വലിയ ഇരുമ്പിന്റെ ദണ്ഡുകളാ. ആ ദണ്ഡുകൾക്കുള്ള മൂർച്ച അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വഫീ യദി കുല്ലി മിൻഹുമാ മിഖ്മഉൻ മിൻ ഹദീദ് ലൗ ദുരിബ ബിഹി അഅ്ലമു ജബലിൽ ലജഅലഹു ദക്കാ. എവറസ്റ്റിന്റെ ആകാശത്തിന്റെ അമ്പലിക്ക് മുത്തം കൊടുത്ത് ഉയർന്നു നിൽക്കുന്ന എവറസ്റ്റിന്റെ പാറക്കെട്ടുകളില്ലേ, ആ പാറക്കെട്ടുകൾക്ക് മുമ്പിൽ മുൻകർ നക്കീറിന്റെ കയ്യിൽ പിടിച്ച ഇരുമ്പിന്റെ ദണ്ഡുകളെ കൊണ്ടൊന്ന് തട്ടിയാൽ ആകാശത്തിന്റെ അമ്പലിക്ക് മുത്തം കൊടുത്ത് ഉയർന്നു നിൽക്കുന്ന എവറസ്റ്റ് കൊടുപൊട്ടിക്കുന്ന പാറക്കെട്ടുകൾ പോലും അടിഞ്ഞമർന്ന് തകർന്ന് തരിപ്പണമാകുമാറ് കൂർത്ത മൂർച്ചയുള്ള ഇരുമ്പിന്റെ ദണ്ഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് മുൻകർ നക്കീർ മണ്ണറയിലേക്ക് വരുന്നത് എന്ന് തെറ്റാത്ത നാക്കിന്റെ ഉടമ മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു.